മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റിന്റെ നേച്ചർ പല അഭിപ്രായങ്ങളിലൂടെ അല്ലെങ്കിൽ പല കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും 3 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 3 ഡിസ്കഷൻസ് ആണുള്ളത്. ബിസിനസിന്റെ നേച്ചറിനെ കുറിച്ചുള്ള 3 ഡിസ്കഷൻസ് ആണ് ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. ഒന്ന്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള 3 തരത്തിലുള്ള ഡിസ്കഷൻസ് ആണ് മാനേജ്മെന്റ് നേച്ചറിനെ കുറിച്ച് നടന്നു വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡിസ്കഷൻ ആയിട്ടുള്ള മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. So what do you mean by art? Firstly, art is the skillful and personalized application of acquired knowledge. It is acquired through continuous practice, observation and experience. Art എന്ന് പറയുന്നത് the skillful application, കഴിവുറ്റ രീതിയിലുള്ള ഉപയോഗം. എന്തിന്റെ? ദ എക്വയർഡ് നോളജ്, നേടിയെടുത്ത അറിവിന്റെ വളരെ കഴിവുറ്റ രീതിയിലുള്ള ഉപയോഗത്തെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ അറിവുകൾ നേടിയെടുത്തിരിക്കുന്നത്? ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്, നിരന്തരമായ പരിശീലനത്തിലൂടെ, ത്രൂ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ, നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ, ത്രൂ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്, നിരന്തരമായ അറിവുകളിലൂടെ, പരിചയത്തിലൂടെ ആണ് ഇത്തരത്തിലുള്ള അറിവുകൾ നേടിയെടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കപ്പെടുന്നു. ഒന്നാമതായിട്ട് ആർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് നോളജ്, ബോഡി ഓഫ് നോളജ് ഓർ എക്സിസ്റ്റൻസ് ഓഫ് നോളജ്. എവറി ആർട്ട് ഈസ് ബേസ്ഡ് ഓൺ സം സോർട്ട് ഓഫ് തിയററ്റിക്കൽ നോളജ്. That is the base stone or cornerstone of every art. In order to become an artist, one have to study the theoretical knowledge. Then second one is that personalized application. Every artist applying these acquired knowledge personally as their own like on the basis of situations. That is, there is the personal differences in the application of acquired knowledge in case of an art. അപ്പൊ ആർട്ടിന് എന്തുണ്ടാവണം? ആർട്ട് എന്ന് പറയണമെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കൂട്ടം അറിവുകൾ ഉണ്ടാവണം. ആ അറിവുകൾ വ്യക്തിഗതമായിട്ടുള്ള ഉപയോഗങ്ങളാണ് നടത്തപ്പെടുന്നത്. ഒരാൾ ഉപയോഗിക്കുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരാൾ ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞത്. എന്താണ്? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നു ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. വൺ ക്യാൻ ബിക്കം എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് ഹി ക്യാൻ ക്രിയേറ്റ് സംതിങ് ന്യൂ ഇൻ ദാറ്റ് ഏരിയ ഓഫ് ആക്ടിവിറ്റി. ഒരാൾക്ക് നിരന്തര പ്രാക്ടീസിലൂടെ, പ്രയത്നത്തിലൂടെ, പരിശീലനത്തിലൂടെ എന്തായി മാറാൻ പറ്റും? ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും. മാത്രമല്ല ഒരാൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കാനും സാധിക്കും. ഏതിന്റെ കാര്യത്തില്? ആർട്ടിന്റെ കാര്യത്തിൽ. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്? ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കേണ്ടത് മാനേജ്മെന്റ് ആർട്ടാണോ അല്ലയോ എന്നുള്ളതാണ്. നമുക്ക് പറയാം മാനേജ്മെന്റ് ആർട്ട് ആണ്. കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ക്യാരക്ടേഴ്സും ഏതിനുണ്ട്? മാനേജ്മെന്റിനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് there is the existence of theoretical knowledge. In case of management also there is the body of knowledge. This knowledge can be acquired through a formal or informal education from the schools, colleges and other universities. Then there is the personalized application. Every manager applying the knowledge acquired by him, but only one difference is that the application is different. Every manager acquired the same level of knowledge or same knowledge, but there is only one difference, that is their application. Application is according to the situation. അതുകൊണ്ട് മാനേജ്മെന്റിന് ഏതിന്റെ ഗുണം, അതായത് ഏതിന്റെ സ്വഭാവം? ആർട്ടിന് രണ്ടാമത്തെ സ്വഭാവവും ഉണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് or practice based on practice and creativity.
അതായത് ഇതിലുള്ള മാനേജ്മെന്റിൽ ഒരാൾക്ക് പെർഫെക്റ്റ് മാനേജർ ആവാൻ പറ്റുന്നത് ഏതിലൂടെയാണ്? ആർട്ടിലേതുപോലെ തന്നെ ഒരാൾക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ അയാളുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ പുതിയ തത്വങ്ങൾക്കനുസരിച്ച് അയാൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോ ആർട്ടിലുള്ള അതേ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഏതിനും നമുക്ക് കാണാൻ സാധിക്കും, മാനേജ്മെന്റിനും കാണാൻ സാധിക്കും. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ട് തന്നെയാണ്. മാനേജേഴ്സ് അപ്ലൈയിങ് ദർ acquired knowledge as per the situation prevailing. അവർക്ക് മാനേജേഴ്സ് അവർ നേടിയെടുത്ത അറിവുകൾ ഏതിനനുസരിച്ചുകൊണ്ട്? നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റും എന്താണ്? ആർട്ട് ആണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നുള്ളതാണ്. എന്താണ് സയൻസ്? സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. Science is a systematized body of knowledge, explains some general truth and the operation of general law. സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. വളരെ ക്രമീകൃതമായി ഏകീകരിക്കപ്പെട്ട ഒരു അറിവിന്റെ കൂട്ടമാണ് ഇത് ശാസ്ത്രം എന്ന് പറയുന്നത്. സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് സം ജനറൽ ട്രൂത്ത്. ഏതെങ്കിലും പൊതു തത്വത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന്റെ പ്രവർത്തനത്തെയോ സൂചിപ്പിക്കുന്ന വളരെ ക്രമാനുഗതമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം അറിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സയൻസിനും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻസ്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആർ based on some experimentations under a controlled situation, or continuous and comprehensive experiments are completed for the generation or creation of a the scientific principles under the controlled situation. വളരെ നിരന്തരവും വളരെ സുദീർഘവുമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് സയൻസിന്റെ ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറായിട്ട് പറയുന്നത് എന്താണ്? ദ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ശാസ്ത്രീയമായി ഏകീകരിക്കപ്പെട്ട ഒരു കൂട്ടം അറിവുകൾ ഏതിലുണ്ട്? സയൻസിനുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നു ദ യൂണിവേഴ്സൽ വാലിഡിറ്റി. The validity of scientific knowledge and principles are universal. That is, there is the same application of or same level or same method of application of scientific principles in anywhere and any part of the world. അതായത് സയൻസിന് മൂന്ന് പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒന്ന്, സയൻസിന്റെ പ്രിൻസിപ്പിൾസ് നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട് സയൻസിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൂട്ടം അറിവുകളുടെ അടിസ്ഥാനമുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നു സയൻസ് എന്ന് പറയുന്നത് ലോകത്തെവിടെയും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തത്വങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയാണ് എന്നും പറയുന്നു. ഇനി നമുക്ക് മാനേജ്മെന്റ് സയൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. വെദർ മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ആസ് എ സയൻസ് ഓർ നോട്ട് പരിശോധിക്കാം. The first character of management as related with the science is that management also possesses the systematized body of knowledge. Those who are going to manage the organization or to become the manager have to study some concepts and some principles of management from the regular institutions or from the informal organizations. അതായത് സയൻസിനെ പോലെ മാനേജ്മെന്റിനും എന്തുണ്ട്? സയൻസിനെ പോലെ മാനേജ്മെന്റിനും ശാസ്ത്രീയമായി ഏകീകരിക്കപ്പെട്ട ഒരു കൂട്ടം നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം അറിവുകളുണ്ട്. ആരാണോ മാനേജറാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണോ മാനേജ്മെന്റ് ഫീൽഡിലേക്ക് കടന്നു ചെല്ലുന്നത്, അവർ നിർബന്ധമായും ഇത്തരത്തിലുള്ള അറിവുകൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ദ പ്രിൻസിപ്പിൾസ് ആർ ഇവോൾവ്ഡ് ത്രൂ കണ്ടിന്യൂസ്
experiments and experience of the management practitioners. Management principles are evolved out of a continuous and regular practice of management experts. മാനേജ്മെന്റ് എക്സ്പേർട്സിന്റെ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെ, എക്സ്പെരിമെന്റ്സിലൂടെ ആണ് എന്ത് തയ്യാറാക്കിയിരിക്കുന്നത്? മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിനും ഇങ്ങനെ ഒരു ഇവല്യൂഷന്റെ കഥ പറയാനുണ്ട്. സയൻസിന്റെ പ്രിൻസിപ്പിളിനെ പോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും പെട്ടെന്ന് ഇങ്ങനെ ഉത്ഭവിച്ചു വന്നതല്ല, അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ, എക്സ്പെരിമെന്റിലൂടെ ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ള സയൻസിന്റെ ക്യാരക്ടർ പറയുന്നത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. സയൻസിന്റെ പ്രിൻസിപ്പിൾസും സയൻസിന്റെ കോൺസെപ്റ്റുകളും യൂണിവേഴ്സലി ആയിട്ട് അപ്ലൈ ചെയ്യാം. ആസ് ദ സെയിം മാനർ, ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നു മാനേജ്മെന്റുമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ആർ നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആസ് ഇറ്റ് ഈസ്, ബട്ട് these theories and principles provide some sort of guideline universally. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും തിയറീസും ഒരുപോലെ എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരുപോലെ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ സാധ്യമല്ല. പക്ഷേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് എ ജനറൽ ഗൈഡ് ലൈൻ അബൌട്ട് ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് യൂണിവേഴ്സൽ. സോ ഇൻ ഷോർട്ട് വി ക്യാൻ കൺക്ലൂഡ് management is considered as both art and science because management possessing the characteristics of what? Art and science. This is the first two nature of management. Then another one is that management is called as a profession, or management as a profession. What do you mean by profession? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് പ്രൊഫഷൻ എന്ന്. പ്രൊഫഷൻ ഈസ് എ ഒക്യുപ്പേഷൻ ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് acquired knowledge that acquired through continuous practice and experience. നിരന്തര പരിശീലനത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയും നേടിയെടുക്കപ്പെട്ട ഒരു കൂട്ടം അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്പെസിഫിക് ജോബിനെയാണ് എന്ത് പറയുക നമ്മള്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ഈസ് എൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് നോളജ്. ദീസ് നോളജ് ആർ മോസ്റ്റ്ലി അക്വയർഡ് ത്രൂ ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അല്ലെ, ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലൂടെ നേടിയെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം അറിവിനാൽ സംയോജിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു കൂട്ടം അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക തൊഴിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെന്റും പറയുന്നു പ്രൊഫഷൻ ആണെന്ന് പറയുന്നു. അപ്പോ അതിന് മുന്നോടിയായിട്ട് പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്തൊക്കെയാണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഒരു പ്രത്യേക രീതിയിൽ അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കും ഏതൊരു പ്രൊഫഷനും. ഡോക്ടറായാലും ലോയർ ആയാലും അവരൊക്കെ പഠിക്കുന്നത് ഒരു പ്രത്യേക അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള അറിവുകളാണ്, പഠിച്ചതാണ്. അടുത്തത് എന്താണ്? റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. എല്ലാവർക്കും ഏതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല? പ്രൊഫഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ദോസ് ഹു ആർ പാസിംഗ് ദ ക്വാളിഫൈഡ് എക്സാം ഓൺലി ബി അഡ്മിറ്റഡ് ആസ് എ പ്രൊഫഷണൽ. ആരാണ് ക്വാളിഫയിങ് എക്സാം പാസ്സാകുന്നത് അവർക്ക് മാത്രമേ ഏതിലേക്ക് പ്രവേശനമുള്ളൂ? പ്രൊഫഷണലിലേക്ക് പ്രവേശനമുള്ളൂ. മൂന്നാമത്തെ ക്യാരക്ടർ എന്താണ്? പ്രൊഫഷണൽ അസോസിയേഷൻ. ഏതൊരു പ്രൊഫഷനെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും. IMA, ബാർ അസോസിയേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും ഏതൊരു പ്രൊഫഷനും. ദെൻ അടുത്തതായിട്ട് പറയുന്ന ക്യാരക്ടർ എന്താണ്? ethical code of conduct. These professional association fix an ethical code of conduct for the operation of a or for the working of a professionals. പ്രൊഫഷണൽസിന്റെ പ്രവർത്തനത്തിന് ഒരു നിശ്ചിത രീതിയിലുള്ള പ്രവർത്തന മാനദണ്ഡങ്ങൾ ആര് മുന്നോട്ട് വെക്കുന്നു? പ്രൊഫഷണൽ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നു. അടുത്തതായി ലാസ്റ്റില്, അതായത് അവസാനത്തേതായിട്ട് പറയുന്നത് എന്താണ്? പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സർവീസ് മോട്ടീവാണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല, അത് പൊതുജന സേവനത്തിനുള്ള ഒരു പ്രത്യേക തൊഴിലായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്.
ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് പ്രൊഫഷനായി ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് നമ്മുടെ മാനേജ്മെന്റ് ഉണ്ട് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് പ്രൊഫഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് before discussing that, we can say management is not purely as a profession because it is not possessing or possesses all the characters of profession. മാനേജ്മെന്റ് ഒരു പൂർണ്ണ പ്രൊഫഷനായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം മാനേജ്മെന്റിന് പ്രൊഫഷന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇല്ല. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് പ്രൊഫഷന്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മാനേജ്മെന്റ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റിന് എന്താണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. മാനേജ്മെന്റ് അസോസിയേഷൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ബോഡി ഓഫ് നോളജ് ഏതിലുണ്ട്? മാനേജ്മെന്റിന് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് സയൻസിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ സാറ്റിസ്ഫൈഡ് ആണ്. ആ തലത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് എന്താണ്? സയൻസ് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെന്താ പറയുന്നത്? എൻട്രി ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ദ എൻട്രി ഇൻ ടു എ പ്രൊഫഷൻ entry into management field is not restricted, but qualification is a desirable one as in case of profession manager. Qualification is not a compulsory one. Qualification is treated as a desirable thing as in case of a manager. അതായത് മാനേജ്മെന്റിലേക്ക് മാനേജറായി മാറുന്നതിന് പ്രവേശന പരീക്ഷകളോ മറ്റ് പരീക്ഷകളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ മാനേജർ ആകുന്ന ആൾക്ക് ഒരു നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു യോഗ്യതയായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായ രീതിയിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിൽ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രൊഫഷന്റെ അത്രത്തോളം റെസ്ട്രിക്ഷൻ ഇതിലില്ല എന്ന് പറയാം. അപ്പൊ പൂർണ്ണമായും ഈ ഒരു പോയിന്റ് പരിഗണിക്കപ്പെടുമ്പോൾ മാനേജ്മെന്റ് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല? പൂർണ്ണ രീതിയിലുള്ള പ്രൊഫഷൻ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസ് ആണ്. മറ്റുള്ള പ്രൊഫഷണലിനെ പോലെ തന്നെ മാനേജ്മെന്റിനും എന്തുണ്ട്? പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്. But that professional association and the code of conduct prescribed by that association have no legal backing like that of the IMA, Bar Association, etc. അതായത് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട് ഏതിന്? മാനേജ്മെന്റിന്. പക്ഷേ അത് എത്രത്തോളം നമ്മുടെ മറ്റുള്ള പ്രൊഫഷണലുള്ള രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ്ങോട് കൂടിയിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷൻ അല്ല ഏതിനുള്ളത്? മാനേജ്മെന്റിന് ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സർവീസ് മോട്ടീവാണ്. മാനേജേഴ്സ് ആർ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഈസ് ഫോർ ഗെറ്റിംഗ് പ്രോഫിറ്റ്. Then through profit maximization, organizations provide something better facility to the society, that is serving the society. Ultimately, managers also serving the society through the well working organization or well developed organizations. നല്ല രീതിയിൽ വർക്ക് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെ, നല്ല രീതിയിൽ പിന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലൂടെ ആ സ്ഥാപനങ്ങൾ സമൂഹത്തെ പല രീതിയിൽ സേവിക്കുകയാണ്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയും തൊഴിലവസരങ്ങൾ നൽകിയും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക ഗുണപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിനെ സേവിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സും അൾട്ടിമേറ്റ് ആയിട്ട് ആരെ സേവിക്കുക തന്നെയാണ് ചെയ്യുന്നത്? സമൂഹത്തെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ബൈ കൺക്ലൂഡിംഗ് can say management possesses the character of some of the characters of profession but not completely. Thus we can say management is going to be a profession. Management ഏതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? പ്രൊഫഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആണ്. അടുത്ത വീഡിയോയുമായി
വരുന്നത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും. താങ്ക് യു.